ശാലോം ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ വചന പരിചിന്തനത്തിലേക്ക് സ്വാഗതം പറയുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പരിചിന്തനത്തിന് ഞാൻ എടുത്തിരിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 50-ാമത്തെ അധ്യായത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അവിടെ ജോസഫിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 22-ാം വാക്യം മുതൽ ഞാനത് വായിക്കുകയാണ്. ജോസഫും അവൻ്റെ പിതാവിൻ്റെ കുടുംബവും ഈജിപ്തിൽ തന്നെ പാർത്തു. ജോസഫ് 110 കൊല്ലം ജീവിച്ചു. എഫ്രായിമിൻ്റെ 3-ാമത്തെ തലമുറയിലെ മക്കളെ അവൻ കണ്ടു. മനാസയുടെ മകനായ മാഖീറിൻ്റെ കുഞ്ഞുങ്ങളും ജോസഫിൻ്റെ മടിയിൽ കിടന്നിട്ടുണ്ട്. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. 110 വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു. അവർ അവനെ പരിമളദ്രവ്യം പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു. നമ്മൾ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും പൂർവ്വപിതാക്കന്മാരുടെ മരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ പിതാക്കന്മാർ എപ്രകാരമാണ് ആ മരണത്തിനായിട്ട് ഒരുങ്ങുന്നത് എന്ന്. അബ്രാഹത്തിൻ്റെ മരണമായാലും ഇസഹാക്കിൻ്റെ മരണമായാലും യാക്കോബിൻ്റെ മരണമായാലും ജോസഫിൻ്റെ മരണമായാലും എല്ലാം അവരെക്കുറിച്ച് അവരുടെ മരണത്തെക്കുറിച്ച് പറയുന്നത് അവരുടെ പിതാക്കന്മാരോട് ചേർന്നു. മരിക്കാറാകുമ്പോൾ എന്താ അവർ ചെയ്യുന്നത്? ഇസഹാക്ക് മരിക്കാറായപ്പോൾ നമുക്കറിയാം, തൻ്റെ മൂത്ത മകനായ ഏശാവിനോട് പറഞ്ഞു, നീ പോയി വേട്ടയാടിക്കൊണ്ടുവന്ന് മാംസം കറി വെച്ച് എനിക്ക് കൊണ്ടുതരിക, ഞാനത് തിന്നിട്ട് നിന്നെ ആശീർവദിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പിന്നെ നമുക്കറിയാം കഥയൊക്കെ. ആ അനുഗ്രഹമൊക്കെ യാക്കോബ് തട്ടിയെടുക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ജോസഫിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ജോസഫ് 110 കൊല്ലം ജീവിച്ചു. ആ സമയത്ത് മരിക്കാറായപ്പോൾ ജോസഫ് പറയുകയാണ്, തൻ്റെ സഹോദരരോട് നിങ്ങൾ ശപഥം ചെയ്യണം, എൻ്റെ ശരീരത്തെ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്നെ മറന്നു കളയരുത്, എന്നെ ഉപേക്ഷിക്കരുത്. എന്താ ദൈവം സന്ദർശിക്കുന്നത്? ദൈവം സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സമൃദ്ധി കൊടുക്കുന്നത്. സമൃദ്ധി കൊടുക്കുമ്പോൾ എന്നെ നിങ്ങൾ മറന്നു കളയരുത്. ഈ ജോസഫ് എന്താ അവർക്ക് ചെയ്യുക? ജോസഫിനെ കുറിച്ച് ഇവിടെ പറഞ്ഞ കാര്യം അവസാനം പറഞ്ഞു നിർത്തുന്നത് എന്താണ്? അവൻ്റെ എഫ്രായിമിൻ്റെ 3-ാം തലമുറയിലെ മക്കളെ അവരെ കണ്ടു എന്ന് പറഞ്ഞാൽ അത്രയും പ്രായമായി. മക്കളെ കാണുക, കൊച്ചുമക്കളെ കാണുക എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു. എഫ്രായിമിൻ്റെ 3-ാമത്തെ തലമുറ വരെയുള്ള മക്കളെ കാണുവാനുള്ള കൃപ ദൈവം ജോസഫിന് കൊടുത്തു. മാത്രമല്ല, അവൻ്റെ മകൻ മനാസയുടെ മകനായ മാഖീറിൻ്റെ കുഞ്ഞുങ്ങളും അവൻ്റെ പേരക്കുട്ടികളും ജോസഫിൻ്റെ മടിയിൽ കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം അവന് വലിയ സൗഭാഗ്യം കൊടുത്തു. മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കണ്ട് വാർദ്ധക്യത്തിൽ മരിക്കാനുള്ള കൃപ കൊടുത്തു എന്നാണ് ഈ പറയുന്നത്. അങ്ങനെ അധികം പേർക്കൊന്നും സാധിക്കുകയില്ല. നിരന്തരമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ എവിടെയെങ്കിലും തല്ലുകൊണ്ട് മരിക്കും, കുത്തേറ്റ് മരിക്കും. ഇവിടെ അങ്ങനെയല്ല. നല്ല വാർദ്ധക്യത്തോളം നമുക്കറിയാം. നമ്മൾ ദൈവപ്രമാണത്തിൽ പറയുന്നത് എന്താണ്? നിനക്ക് ദീർഘകാലം ഭൂമിയിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, എങ്കിൽ നിനക്ക് ദീർഘകാലം ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ അപ്പോൾ ജോസഫ് വളരെ നല്ല രീതിയിൽ ജീവിച്ച് വാർദ്ധക്യത്തിൽ മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.
ജോസഫ് സംതൃപ്തിയോടുകൂടിയാണ് മരിക്കുന്നത്. അവിടെ ഒരു അസംതൃപ്തിയുടെ ലാഞ്ചന പോലുമില്ല. ഈ പൂർവ്വപിതാക്കന്മാരുടെ എല്ലാ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശാന്തമായിട്ട് തങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം അതിമനോഹരമായിട്ട് നിർവഹിച്ച് കടന്നു പോകുന്ന, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ ശരിക്ക് പറഞ്ഞാൽ നമ്മളെപ്പോഴും മുമ്പിൽ വച്ച് പുലർത്തേണ്ടത്. ഞാൻ ചിലപ്പോഴിങ്ങനെ പ്രായമായ ആളുകളെയൊക്കെ സന്ദർശിക്കുമ്പോൾ അവർ പറയും, പിതാവേ, എല്ലാം ദൈവം കൃപ നൽകി എന്നെ അനുഗ്രഹിച്ചു, എനിക്കിനി എന്നാ വേണ്ടത്? ഞാൻ എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം കഴിച്ചു, അവരുടെ മക്കളെ കണ്ടു, അവരെയൊക്കെ താലോലിക്കാൻ എനിക്ക് ദൈവം ഇട നൽകി. ശരിയാണ്, പട്ടിണിയും പരിവട്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിലൂടെ എല്ലാം ഞങ്ങൾ കടന്നു പോയപ്പോഴും ദൈവത്തെ ഉപേക്ഷിച്ചില്ല, ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. എല്ലാം ഇവിടം വരെ ദൈവം നടത്തി. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് കാത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട്. എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ആർക്കും ഒരു പ്രയാസമുണ്ടാക്കാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് എപ്രകാരം പൂർവ്വപിതാക്കന്മാർ തങ്ങളുടെ ദൈവത്തോട് വിശ്വസ്തരായി ജീവിച്ച് തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു എന്നുള്ളത്. ഇത് നമ്മളെല്ലാം അനുസ്മരിപ്പിക്കുന്ന ചില വസ്തുതകളുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെല്ലാം കടന്നു പോകേണ്ടി വരും. പോകാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, പോയേ മതിയാകും. ഈ ഭൂമിയിൽ ആരംഭമുള്ള എല്ലാം, അതിനെല്ലാം ഒരു അവസാനമുണ്ടാകും. ജനിക്കുന്ന ജീവികളെല്ലാം മരിക്കണം. അതിൽ മനുഷ്യനും മരിച്ചേ മതിയാകും. അങ്ങനെ മരിക്കുമ്പോൾ പക്ഷേ ഈ ദൈവത്തോട് ചേരുന്നു എന്ന ചിന്തയുണ്ടാകാനായിട്ടുള്ള ആ അവസ്ഥാവിശേഷം ഉണ്ടാകണം. അതാണ് നമ്മളെ ജോസഫ് ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെന്നെ മറക്കരുത്. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ, നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ നിങ്ങളെന്നെ മറക്കരുത്. ഈ ജോസഫ് ആരായിരുന്നു? ജോസഫ് തൻ്റെ സഹോദരന്മാരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടവനാണ്. ഈജിപ്തിലേക്ക് പോകുന്ന കച്ചവടക്കാർക്ക് ജോസഫിനെ തൻ്റെ സഹോദരന്മാർ വിറ്റതാണ്, പൊട്ടക്കിണറ്റി തള്ളിയിട്ടതാണ്. പക്ഷേ അതൊന്നും ജോസഫ് കാര്യമാക്കിയില്ല. ജോസഫ് അതിനെല്ലാം കണ്ടത് എങ്ങനെയാണ്? എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിന് എല്ലാ തിന്മയിൽ നിന്നും നന്മ പുറപ്പെടുവിക്കാൻ കഴിയും. ഈ ഒരു മനസ്സ്, അല്ലെങ്കിൽ ഈ ഒരു ചിന്തയാണ് ജോസഫിനെ നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജോസഫിന് യാതൊരു തരത്തിലുള്ള വിരോധവും തൻ്റെ സഹോദരന്മാരോടില്ല. ശരിയാണ്, അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചമിനെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞു. അവസാനം ബെഞ്ചമിൻ്റെ പാത്രത്തിൽ, ചാക്കിനകത്ത് തൻ്റെ പാനപാത്രമൊക്കെ ഒളിച്ചു വെച്ചു. അതൊക്കെ ശരി തന്നെയാണ്, അതെല്ലാം അവരെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. എങ്കിലും ജോസഫിന് അവരോടൊരിക്കലും യാതൊരു തരത്തിലുള്ള വിരോധവുമില്ലായിരുന്നു. തന്നെ ഇങ്ങനെയൊക്കെ ശിക്ഷിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ തൻ്റെ സഹോദരന്മാർ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം എന്നെ ഈ രാജ്യത്തേക്ക്, ഈജിപ്തിലേക്ക്, തൻ്റെ കുടുംബത്തിൻ്റെ ക്ഷാമം പരിഹരിക്കാനായിട്ട് നേരത്തെ തന്നെ എന്നെ വിട്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങ് വിട്ടത്. ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ടാണ് ജോസഫ് ഇങ്ങനെ വളരെ സമാധാനത്തോട് കൂടിയിട്ട് തൻ്റെ സഹോദരന്മാരോട് പെരുമാറാൻ കഴിഞ്ഞത്. അല്ലെ, ഒരിക്കലും സാധിക്കുകയില്ല. തൻ്റെ സഹോദരന്മാരെ എങ്ങനെയായിരിക്കും ജോസഫ് കാണേണ്ടിയിരുന്നത്? നേരെ മറിച്ച് ആ സഹോദരന്മാർക്കുണ്ടായ ചിന്ത അങ്ങനെ ആയിരുന്നില്ല. അവരെക്കുറിച്ച് 50-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തങ്ങളുടെ പിതാവ് യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ഒരുപക്ഷെ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും. പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ അവരൊരു ദൂതനെ അവൻ്റെ അടുക്കൽ അയച്ചു. ജോസഫിനോട് പറയുക, അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക. അവർ അങ്ങയെ ദ്രോഹിച്ചു. അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. സഹോദരന്മാർ വന്ന് അവൻ്റെ മുമ്പിൽ വീണു പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇത് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം.
അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്യും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണത്. തന്നെ ഉപദ്രവിച്ച തൻ്റെ സഹോദരന്മാരെ സാന്ത്വനപ്പെടുത്തുന്ന ജോസഫ്. തങ്ങളോട് ക്ഷമിക്കണമെന്ന് സഹോദരന്മാർ പറയുമ്പോൾ ജോസഫ് പൊട്ടിക്കരയുകയാണ്. കാരണം ജോസഫിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉപദ്രവം ചെയ്യണമെന്നുള്ള ചിന്തയേ ഇല്ല. അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവന് കരച്ചിൽ വന്നു. എനിക്കങ്ങനെ ഒരു ചിന്തയുമില്ല. എന്നിട്ട് എത്ര ഭാവാത്മകമായിട്ടാണ്, പോസിറ്റീവായിട്ടാണ് തൻ്റെ ഭൂതകാലത്തിലെ കഷ്ടപ്പാടുകളെ ജോസഫ് വിലയിരുത്തുന്നത് നോക്കുക. ദൈവമാണ് ഇതെല്ലാം അനുവദിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ശരിയാണ്, ഞാൻ അതിനൊരു ഇരയായിത്തീർന്നു. പക്ഷേ ദൈവം ആരെയെങ്കിലും ഇരയാക്കും അതിന്. എങ്കിലല്ലേ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിലൂടെയായിരുന്നു നിങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നത്. ഞാനത് ഏറ്റെടുക്കുന്നു. സ്നേഹമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്കതുകൊണ്ടൊരു പക്ഷേ പ്രത്യേകമായ ലാഭങ്ങൾ ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ ദൈവം അതിലൂടെ മറ്റ് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സമൂഹത്തെ രക്ഷിക്കുവാനായിട്ട്, ഈ സമൂഹത്തിന് നന്മ ചെയ്യുവാനായിട്ട് ചിലതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ആ ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം എന്ന ചിന്തയോടുകൂടി സ്വീകരിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ശരിയാണ്, മാനുഷികമായ അർത്ഥത്തിൽ പ്രയാസമുണ്ടാകും. എങ്കിൽ പോലും ആത്യന്തികമായിട്ട് നമുക്കതിനെ അംഗീകരിക്കാൻ വിഷമമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ജോസഫിൻ്റേതുപോലെയുള്ള ഒരു മരണം അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത്? മരണസമയത്ത് തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം സഹോദരന്മാരെയും എല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് കടന്നു പോകാൻ കഴിയുക വലിയൊരു കാര്യമല്ലേ അത്? നമുക്കറിയാം, ചിലയിടത്തെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ്? അപ്പൻ്റെ ശവമടക്ക് പള്ളിയിൽ നടക്കുമ്പോൾ തന്നെ സ്വത്തിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഉത്ഭവിച്ചിരിക്കും. ഏതൊക്കെ വക്കീലിനെ ഏർപ്പെടുത്തണം എന്ന് വരെ ചിന്തിക്കുന്ന മക്കളുണ്ട്. അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്കെല്ലാം കൈവശപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്. അവനതെടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കതെടുക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ മരണസമയത്തെ ചിന്തകളും ആ ചിത്രങ്ങളുമൊക്കെ നമ്മളൊന്ന് വായിക്കേണ്ടതാണ്. കർത്താവ് പറയും, ഞാൻ വന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? പഴയ നിയമത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് അവയെല്ലാം പൂർത്തീകരിക്കാൻ വന്നവനാണ്. ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലെ തന്നെയാണ് ദൈവം ഈശോയ്ക്കൊരു ദൗത്യം കൊടുത്തു. ഈശോയുടെ ഒരു മനുഷ്യനെന്ന നിലയിൽ അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല. എന്നാൽ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, ഞാൻ വന്നത് ഇല്ലായ്മ ചെയ്യാനല്ല, നിയമത്തെ പൂർത്തിയാക്കുവാനാണ്. പഴയ നിയമത്തിൽ കുറേയൊക്കെ കുറവുകളുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം പൂർത്തിയാക്കിയിട്ട് ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അവൻ മരണത്തോളം കീഴ്വഴങ്ങി. അതേ, കുരിശ് മരണത്തോളം, വെറും മരണമല്ല, കുരിശ് മരണത്തോളം അങ്ങനെ കീഴ്വഴങ്ങി. അപ്പോൾ അങ്ങനെയാണ് അവൻ ആ നിയമത്തെ പൂർത്തിയാക്കിയത്. പഴയ നിയമത്തിൽ ഒരുപക്ഷെ പിതാക്കന്മാർ പൂർണ്ണമായിട്ട് അനുസരിച്ചില്ലെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ പുത്രൻ അത് പൂർണ്ണമായിട്ട് അനുസരിച്ച് നിയമത്തെ പൂർത്തിയാക്കുന്നു. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഈ വഴി ആണ് പിൻചെല്ലാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. അവനിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ അവൻ നടന്ന വഴിയിലൂടെ നടക്കണം. വേറെ മാർഗമില്ല. അപ്പോൾ ഈ പഴയ നിയമത്തിലൂടെ നമുക്ക് തരുന്ന ആ കാര്യങ്ങളെല്ലാം കർത്താവ് പുതിയ നിയമത്തിൽ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളും പഴയ നിയമത്തിലുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. കാരണം അത് അന്നത്തെ ഒരു സമൂഹത്തിന് കൊടുത്തതാണ്. നേരെ മറിച്ച് ചില നിത്യസത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെല്ലാം കർത്താവ് പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അയൽക്കാരനെക്കുറിച്ചുള്ള ചിന്ത. യഹൂദന്മാരെ സംബന്ധിച്ച് അയൽക്കാരാരായിരുന്നു? അവരുടെ സ്വന്തം വർഗത്തിൽപ്പെട്ടവർ യഹൂദർ മാത്രമായിരുന്നു. പക്ഷേ കർത്താവ് പറയുന്നു, അതല്ല,
ആ ശമറിയാക്കാരൻ്റെ ഉപമയിലൂടെ കർത്താവ് പറയുന്നതാണ്. നിൻ്റെ അയൽക്കാരനെന്ന് പറയുന്നത് എന്ന് നീ നിൻ്റെ നിയമത്തിൽ പറയുന്നത് അതല്ല യഥാർത്ഥ അയൽക്കാരൻ. കർത്താവ് വന്ന് അതിനെ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പുതിയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പഴയ നിയമത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ പൂർത്തീകരണം കണ്ടെത്താനായിട്ട് സാധിക്കും. അതുതന്നെയാണ് നമ്മുടെ ഈ പൂർവ്വപിതാക്കന്മാരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. നമ്മൾ ഓരോരുത്തരും പുതിയ നിയമത്തിലെ ഈശോയുടെ ശിഷ്യരായ നമ്മൾ ഓരോരുത്തരും ആ പൂർവ്വപിതാക്കന്മാരെ പോലെ തന്നെ അതിലും മെച്ചപ്പെട്ടവരായിട്ട് ഈ നിയമത്തെ, ഈ മരണത്തിൻ്റെ നിയമത്തെ പൂർത്തീകരിക്കുന്നവരായിട്ട് രൂപാന്തരപ്പെടണമെന്നുള്ളതാണ്. നമുക്ക് ആ ജോസഫിനെ പോലെ പറയാൻ കഴിയണം, മക്കളെ, എനിക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല. ഇതെല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ലേ. എന്നെ അതിനൊരു ഉപകരണമാക്കി, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ ആ പദ്ധതിയോട് ഞാൻ 100% യോജിക്കുകയും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ അവിടുത്തെ ആ നിയമം ഞാൻ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. പഴയ നിയമം പുതിയതിൽ പൂർത്തിയാകുന്നത് നമ്മളിലൂടെയാണ്. നമ്മളില്ലാതെ ദൈവത്തിനത് പൂർത്തിയാക്കാൻ കഴിയില്ല. കാരണം ഇതൊരു തുടർ പ്രക്രിയയാണ്, ഒരു ഓൺഗോയിങ് പ്രോസസ്സ്. ഈ രക്ഷയെന്ന് പറയുന്നത് കേവലം ഒരു നിമിഷം സംഭവിക്കുന്ന കാര്യമല്ല. അതിങ്ങനെ നമ്മളിലൂടെ നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മളതിനകത്ത് അതിൻ്റെ മാധ്യമങ്ങളായിട്ട് രൂപാന്തരപ്പെടും. ഈ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഓരോ കുടുംബത്തിലെയും ആ കുടുംബനാഥൻ ഇപ്രകാരം മരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ മക്കൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ കൃപയുണ്ടാകും. കാർന്നന്മാരുടെ, മാതാപിതാക്കളുടെ ജീവിതം പുണ്യപൂർണമായിട്ട് മാറും. അവരുടെ ദൗത്യം എന്താണ്? അവരുടെ ദൗത്യമെന്ന് പറയുന്നത് മക്കളെ അനുഗ്രഹിക്കലാണ്, ആശീർവദിക്കലാണ്, ശപിക്കലല്ല. ആ ഇസ്ഹാക്ക് പറയുന്ന കാര്യം എടുത്തു നോക്കുക. ഞാൻ മരിക്കാറായി, മകനെ നീ പോയി വേട്ടയാടി മൃഗത്തെ പിടിച്ച് അതിൻ്റെ മാംസം കൊണ്ടുവന്ന് കറി വെച്ച് എനിക്ക് തരിക. ഞാൻ അത് തിന്നിട്ട് നിന്നെ ആശീർവദിക്കട്ടെ. എനിക്കൊരു ദൗത്യമുണ്ട്, ആ ദൗത്യം ഞാൻ നിർവഹിക്കണം. നീ അതിനുള്ള സാഹചര്യം ഒരുക്കണം. പല കുടുംബങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, മാതാപിതാക്കൾ മരിക്കാറായി ഇന്നോ നാളെയോ എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാലും ശരി, സ്വത്തൊന്നും വീതിച്ചു കൊടുക്കുകയില്ല. യാതൊരു കാരണവശാലും അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതിൻ്റെ പേരിലാണ് പിന്നീട് വഴക്കെല്ലാം ഉണ്ടാവുക. പക്ഷേ ഈ ഇസ്ഹാക്കിനെ പോലെ മരണത്തെ മുൻകൂട്ടി കണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുകയും ആ മരണസമയത്ത് അതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എത്രയോ സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിലുണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഈ ഒരു സമാധാനത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഇപ്രകാരമാണ് നമ്മൾ ആ പഴയ നിയമത്തെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോകേണ്ടി വരുമല്ലോ എന്നുള്ള വലിയൊരു ഈ ഭൂമിയോടും ഇതിലുള്ളവയോടുമുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അഭേദ്യം ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എനിക്കിതിനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും അതൊരു ക്രൈസ്തവമായിട്ടുള്ള ചിന്തയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഈ മരണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മരണത്തെ നോക്കി കാണേണ്ടത് ഇത് ഒരു കടന്നു പോകൽ മാത്രമല്ലേ. നമ്മൾ നിത്യമായിട്ട് ജീവിക്കുന്നവർ ഇവിടുത്തെ താൽക്കാലികമായിട്ടുള്ള വാസത്തിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. കൂടുതൽ സമാധാനമുള്ള, സന്തോഷമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഒരുപക്ഷെ നമുക്ക് ഈ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ അല്പമൊന്ന് മാറ്റി പറയേണ്ടി വരും. എന്താണ് നരകം, എന്താണ് സ്വർഗമെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്രകാരം കടന്നു പോകാൻ കഴിയുമ്പോഴാണ് പിന്നീട് വരുന്ന ജീവിതം ആ സ്വർഗീയമായ അനുഭവമായി മാറുന്നത്, ദൈവമൊത്തായിരിക്കുന്ന അവസ്ഥയായിട്ട് മാറുന്നത്. നേരെ മറിച്ച് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിയുമ്പോഴും നരകത്തിൻ്റെ അനുഭവം കൊടുക്കുന്നവരാകുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കിയെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മരണത്തെ വളരെ സമാധാനത്തോടു കൂടിയിട്ട് ശാന്തിയോട് കൂടിയിട്ട് നോക്കിക്കാണാൻ കഴിയുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രായമായവർ, കുടുംബത്തിൽ കഴിയുന്നവർ, കിടപ്പിലായിട്ടുള്ളവർ, പിതാക്കന്മാർ, മാതാപിതാക്കന്മാർ, ഈ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആ ജോസഫിൻ്റെ, ആ ഇസഹാക്കിൻ്റെ, അബ്രാഹത്തിൻ്റെ ഒക്കെ കാഴ്ചപ്പാടോട് കൂടിയിട്ട് നോക്കിക്കാണാൻ കഴിയുക. അങ്ങനെ പിതാക്കന്മാരോട് ചേരാൻ കഴിയുക. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ കടന്നു പോകുന്നത് ഏതോ ഒരു ഏകാന്തമായ രാജ്യത്തേക്കല്ല, ജീവിച്ചിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്കാണ്, ദൈവത്തിൻ്റെ നാട്ടിലേക്കാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് മാറും. നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാഴ്ചപ്പാടിതാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ വെച്ച് ഒരു ഒരു കൗമാരപ്രായക്കാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് ഇന്നിങ്ങനെയൊക്കെ വിശ്വാസം കുറഞ്ഞു വരുന്നു? ഒരു പക്ഷേ മാതാപിതാക്കന്മാർക്ക് ഈ വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ. കാരണം എപ്പോഴും മാതൃകയാണല്ലോ പ്രധാനപ്പെട്ടത്, മനോഭാവങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഞാൻ എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും, ഞാൻ ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏതൊരു തരത്തിലുള്ള മനോഭാവമാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്, അത് എൻ്റെ ശ്രോതാക്കളെ സ്വാധീനിക്കും. ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഞാൻ പറയുന്നതെങ്കിൽ എൻ്റെ ശ്രോതാക്കൾ അത് വിശ്വസിക്കുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് തോന്നാൻ അവർക്ക് ഇടവരണം. നമ്മുടെ മനോഭാവങ്ങളിൽ നിന്ന് അവർക്കത് കാണാൻ ഇടവരണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അത് കാണാൻ അവർക്ക് ഇടവരണം. വളരെ ചുരുക്കം പേര് ഞാൻ കണ്ടിട്ടുണ്ട്, യാതൊരു അലലും അലച്ചലുമില്ലാതെ, ഒന്നിനോടും യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, പൂർണ്ണമായിട്ടും വിരക്തിയോട് കൂടിയിട്ട് ഈ ലോകത്തെ വിട്ടു പോകുന്നവർ. ഈ ലോകം എന്ന് പറയുന്നൊരു താൽക്കാലികമായ ഒരു വസതി പോലെ മാത്രമേ അവർ കണ്ടുള്ളൂ. അങ്ങനെ ചുരുക്കത്തിൽ നമുക്ക് ഈ പഴയ നിയമത്തെ പൂർത്തിയാക്കുവാനായിട്ട് കഴിയുക. നമ്മൾ കർത്താവിൻ്റെ ആ പൂർത്തിയാക്കൽ ദൗത്യത്തിൽ പങ്കുപറ്റുന്നവരാണ്. അങ്ങനെ നമ്മുടെ മക്കളെയും മക്കളുടെ മക്കളെയും എല്ലാം കണ്ട് അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് സമാധാനത്തിൽ കടന്നു പോകാൻ കഴിയുക. അതിലും വലിയ സ്വർഗം എന്താണുള്ളത്? ഈ സ്വർഗത്തിലേക്കല്ലേ ദൈവം നമ്മളെ വിളിക്കുന്നത്? അങ്ങനെയെങ്കിൽ നമ്മൾ മറ്റൊന്ന് ചിന്തിക്കേണ്ടി വരും. അതായത്, എന്തിന് നമ്മൾ ഈ വഴക്കും വക്കാണമെല്ലാം ഉണ്ടാക്കണം? എന്തിനു വേണ്ടി നമ്മൾ കടിപിടി കൂടണം? ഒന്നും ആവശ്യമില്ല. ദൈവം നമുക്ക് തരും. ദൈവം നമ്മളെ നോക്കി നടത്തും. ദൈവം നിങ്ങളെ സന്ദർശിക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അബ്രാഹത്തെയും ഇസഹാക്കിനെയും ജോസഫിനെയും എല്ലാം നീ കനിഞ്ഞ് അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. തങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കണ്ട് സന്തോഷത്തിലും സംതൃപ്തിയിലും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് അവർക്ക് കഴിഞ്ഞുവല്ലോ. അവരെല്ലാം അനുഗ്രഹിച്ച് കടന്നു പോകാൻ കഴിഞ്ഞല്ലോ. ആ ജോസഫിനെ പോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രതികൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തൻ്റെ സഹോദരന്മാർക്ക് നന്മയുണ്ടാകുവാൻ ദൈവം തന്നിലൂടെ പ്രവർത്തിച്ചതാണെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ഞങ്ങളുടെ ദുഃഖദുരിതങ്ങളെ, പ്രയാസങ്ങളെ, കഷ്ടപ്പാടുകളെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഴയ നിയമത്തെ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ അങ്ങ് പറഞ്ഞു വെച്ച ആ നിയമങ്ങളെ കർത്താവിലൂടെ അങ്ങ് പൂർത്തിയാക്കിയല്ലോ. കർത്താവിൻ്റെ ദൗത്യ നിർവഹരായ ഞങ്ങൾ ഓരോരുത്തരും അവയെ പൂർത്തിയാക്കുന്നവരായി രൂപാന്തരപ്പെടുകയും ചെയ്യട്ടെ.